ആദ്യ ചരിത്രത്തിൽ സ്വന്തം പെണ്ണിന്റെ പോസ്റ്റർ അടിക്കണ പയ്യൻ ഞാനാണ്. വേണമെങ്കിൽ എനിക്ക് ശരി, നീ ഒന്ന് സമാധാനപ്പെട്. ദേ കണ്ടോ, ഋഷ്യരാജ് ഔട്ട്. നീ ഇങ്ങനെ വെച്ച പ്രശ്നം തീർന്നില്ലേ? ഇത്തിരി ഈസി ബാത്ത്. ഇത് കണ്ട 74-ാമത്തെയാണ്. അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. കാം ഡൗൺ. എനിക്ക് ഇത്രയൊക്കെ സഹിക്കാൻ പറ്റുള്ളൂ. നീ വല്ല വാളെന്തെങ്കിലും എടുത്തോണ്ടോ നേരെ പോണ പഞ്ചവലിന്റെ അടുത്തേക്ക്. വാളൊക്കെ എടുക്കാം. ശരി, നീ ഇപ്പൊ അവളെ ഇറക്കി കൊണ്ടുവരാൻ തന്നെ വെച്ചോ. ആദ്യം നീ അവിടുത്തെ മതിൽ ചാടി കടക്കും. അവിടെ ഉള്ള എല്ലാരെയും വെട്ടിച്ച് നീ അവളുടെ മുറിയിലേക്ക് കേറൂല. മുറിയിലേക്ക് കേറി കഴിഞ്ഞാ ആദ്യത്തെ വെടി നിന്റെ കാലില്, പിന്നെ കഴുത്തിന്, തലയ്ക്ക്, അങ്ങനെ മൊത്തം 26 വെടി നീ തട്ടിപ്പോന്നു. പിന്നെ നിന്റെ ഫോട്ടോ എടുത്ത് നിന്റെ സ്റ്റുഡിയോ തന്നെ തൂക്കാം. റെസ്റ്റ് ഇൻ പീസ്. എന്തൊരു നെഗറ്റീവ് ഡാർക്ക് മനുഷ്യനാണ്. ഹൃദയമില്ലാതെ എനിക്കൊന്നും. Why you Mallu so heartless? आपको पता है ना, Happy भैया loves you. മമ്മി, ഹാപ്പി ഈസ് എ വെരി നൈസ് ഗൈ, ബട്ട് എനിക്കതൊന്നും സമയമില്ല. നീ ഒരു കാര്യം ചെയ്തേ, ഈ കുതിരയുടെ പടം ഫോട്ടോഷോപ്പ് ചെയ്ത് നീ പോസ്റ്റർ ഒന്ന് സെറ്റ് ആക്കിയേ. ഗോഡ ഹാപ്പീസ് വെറ്ററിനറി ക്ലിനിക്. നിനക്കേ നീയേ ഹിന്ദിക്കാരനായി പോയി. നിന്റെ ഉള്ളിലുള്ള മനുഷ്യനൊക്കെ बेचारा हैप्पी भैया, बेचारी मैं. ഒന്നും മിണ്ടാണ്ടിരിക്കൂ, ഞാൻ ഷറഫിനെ വിളിക്കാം. ഹലോ ഷറഫ്, ഞാൻ മേരിയ. നീ എന്താ പമ്മി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അവളിവിടെ നീ ഇല്ലാതെ ജീവിക്കണ്ടെന്നും പറഞ്ഞ് കരച്ചില്ല. എനിക്ക് ഹോസ്റ്റലിൽ തിരിച്ചു പോണം. വേഗം വന്നൊരു തീരുമാനം ഉണ്ടാക്ക്. അല്ല, പിന്നെ ഞാൻ ഹാപ്പിയാണ്. ഇത്രയൊക്കെ കേട്ടിട്ട് എന്താ ഹാപ്പി ആണെന്നോ? ഇതോ ഈ ഓണുങ്ങളുടെ എല്ലാം കുഴപ്പം. അയ്യോ അതല്ല, ഞാൻ മറ്റേ ഹാപ്പിയാണ്. ഹാപ്പി സിംഗ്. ഷറഫിന് കൊടുക്കണോ? ഷറഫ് കുറച്ച് ഡ്രങ്ക്. തന്നെ പോലെ നട്ടലില്ലാത്ത കൂട്ടുകാരന്മാരുണ്ടായിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ കോട്ടയത്തെ അച്ചായമാര് പിള്ളേര് വല്ലോ ആയിരുന്നല്ലേ അവളെ ഇപ്പൊ തൂക്കിയെടുത്തോണ്ട് പോയനെ. എനിക്ക് അവരുടെ പഞ്ചാബികളുടെ എണ്ണമൊക്കെ എടുത്തോട്ടോ. എന്നിട്ട് വാളെടുത്തോണ്ടോ ഇത് ആള് മിസ്റ്റർ ഹാപ്പി സിംഗ്, എന്താണ് ശകലകത്ത് എന്നപ്പോഴത്തേക്ക് അങ്ങ് ഓഫായല്ലോ? ആരാ നീ? കണ്ട ലോക്കൽ സാധനം അടിച്ച് നീ തന്നെ ഇറക്കി വിട്ട തന്നെ. പണ്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ തെക്കും വടക്കും ചേർന്ന് അല്പം വെടക്കായ ഒരു ഹാപ്പി വർഷം. ഇത് എടാ, മലയിടിഞ്ഞു വന്നാലും നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു അച്ചായി നിന്നിലുണ്ട്, നമുക്ക് കാണിച്ചു കൊടുക്കടാ. ഇനി നിന്നെ ഇങ്ങനെ വിട്ടാലേ ഒന്നിനും തീരുമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി മുതൽ ഞാനാണ് നീ, നീയാണ് ഞാൻ. നീ എന്നെ ഇതാ ഇത് ഫുള്ളും മറ്റേ നിനക്കാണല്ലോ. ഷറഫേ, ഞാൻ ഇറക്കിക്കൊണ്ടുവരുന്നു. കാലിനൊരു വെടി, തലക്കൊരു വെടി, ഡിഷ്ക്കാണോ ഞാൻ മരിച്ചു. ചിലപ്പോ പട്ടി ഉണ്ടാവും. ഇത് കയ്യിലിരിക്കട്ടെ. നമസ്കാരം. अरे क्या है
please pick up. मुझे मत मारो प्लीज, मुझे मत मारो मम्मी। It's me, happy. ആ മേരി, അങ്ങനെ നീ പറഞ്ഞ പോലെ ഞാൻ വളരെ ബുദ്ധിപരമായി അവളെ പൊക്കിയിട്ടുണ്ട്. ഓക്കെയോ? ഞാൻ പറഞ്ഞിട്ടോ ഹാപ്പി നീ വെറുതെ വേഷം കിട്ടെടുക്കല്ലേ. നീയല്ലേ കോട്ടയത്തെ അച്ചായന്മാരാണെങ്കിൽ പൊക്കിക്കൊണ്ടുവരുന്ന് വെച്ച് തള്ളിയത്. ഇനിയിപ്പോ ഒന്നും പറയാൻ സമയമില്ല. നീ വേഗം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും, ഞാൻ കൂടെ വരാം. ഹോസ്റ്റലിൽ അല്ലടാ പൊട്ട, ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെയോ? എവിടെ? ഇവിടെ. നീ മര്യാദക്ക് അവളെ ഇങ്ങോട്ട് ഇറക്കി വിടും ഹാപ്പി. അതെ, എനിക്ക് തട്ടിക്കൊണ്ടുവരാൻ മാത്രമേ അറിയൂ. തിരിച്ചു വേണമെങ്കിൽ നീ ഉണ്ടാക്ക്. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലേ നിങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് മൂത്രമൊഴിക്ക് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ മതി. ഓടിക്കോ. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ നമ്മൾ ബുദ്ധിപരമായിട്ട് മൂവ് ചെയ്യാണ്. ഹലോ ഹലോ അപ്പാ, ഒരു പ്രശ്നമുണ്ട്. പുല്ല്. പുറകിലേക്കല്ല, ഫ്രണ്ടിലേക്ക്. കാല് കാല്. ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി ജേണി. നാട്ടിലെത്തിയിട്ട് വിളിക്കണേ.